ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള മെഡിക്കൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോട്ടും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലോട്ടും MBBS BDS പ്രവേശനത്തിനുള്ള ചോയ്സ് ഫില്ലിംഗ് ആണ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളത്. CEയുടെ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് പ്രൊഫൈലിൽ പോയി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം സൈഡ് മെനുവിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്കുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് OTP പോകും. ആ OTP കൊടുത്താലാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുക. കേരള അലോട്ട്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 ഓഗസ്റ്റിനാണ് സ്റ്റാർട്ട് ആവുന്നത്. അതായത് ഇന്ന് ക്ലോസ് ആവുന്നത് അവസാനിക്കുന്ന 26-ാം തീയതിയാണ്. ഫസ്റ്റ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന 27-ാം തീയതി, ഒറിജിനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക 29-ാം തീയതി ആയിരിക്കും. ഇതൊക്കെ ടെൻറ്റേറ്റീവാണ്. 1-2 ദിവസം ചിലപ്പോൾ നീട്ടി തന്നേക്കാം. എങ്കിൽ കൂടി ഈ ഒരു ഡേറ്റിലായിരിക്കും, അല്ലെങ്കിൽ 26-ാം തീയതി തന്നെ ക്ലോസ് ചെയ്യും എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓപ്ഷൻ ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്. 30 ഓഗസ്റ്റ് മുതൽ 5 സെപ്റ്റംബർ വരെ ഫീസ് അടയ്ക്കേണ്ട ടൈമാണ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഫീസ് അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എങ്കിൽ, അതിൻ്റെ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് എങ്കിൽ ഒരു 1 lakh rupees നിങ്ങൾ CEയുടെ വെബ്സൈറ്റിൽ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇപ്പോൾ തന്നെ നോക്കി വെക്കുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ചൂസ് ചെയ്തവരാണെങ്കിൽ. ഈ പ്രശ്നത്തെ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ MBBSൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 23,150 രൂപയാണ്. BDSൻ്റെ 20,840 രൂപ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലെ ഫീസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളും സെയിം ആണ്. 7,70,179 രൂപയാണ്. ചില കോളേജുകളിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് KMCT മെഡിക്കൽ കോളേജിൽ 7,68,880 രൂപ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ശ്രീഗോകുലം മെഡിക്കൽ കോളേജിൽ 7,34,852 രൂപ. PK ദാസ് മെഡിക്കൽ കോളേജിൽ വ്യത്യാസമുണ്ട്. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട്ടിലെ കിങ്സ് മെഡിക്കൽ കോളേജിലെ 8,44,551 രൂപയാണ്. കുറച്ച് കൂടുതലാണ്. അത് നോക്കുക. അവരും തന്നെ SUT ട്രിവാൻഡ്രത്തെ SUTയിൽ 7,39,528 രൂപയാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജസിൽ നിങ്ങൾക്ക് 1 lakh rupees അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1 lakh rupees അടയ്ക്കേണ്ടി വരും. അത് CEയുടെ വെബ്സൈറ്റിൽ കൂടെ ആണ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ NRI കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പല ബാങ്കിലും അത് അവിടെ ബാങ്കിൽ വിളിച്ച് അത് റെഡിയാക്കേണ്ട ആവശ്യമുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കുറവായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം കുറച്ച് സമയം, ഒരു 5 ദിവസത്തെ സമയം തന്നിട്ടുള്ളൂ. ആ സമയത്ത് ബാങ്ക് അവധി കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് റെഡിയാക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കേരള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം മാത്രമേ ചോയ്സ് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 1-ാം റൗണ്ടിൽ നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്ത് 2-ാം റൗണ്ടിൽ പുതുതായിട്ട് വീണ്ടും ചോയ്സ് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് നിങ്ങൾക്ക് പുതിയ കോളേജിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ആദ്യം കൊടുത്ത ചോയ്സുകൾ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. കേരള അലോട്ട്മെൻറ്റ് ഒറ്റ പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രിമ്മിൽ നിൽക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ആഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഇപ്പോൾ തീരുമാനിക്കണം. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളുടെ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നതിന് ശേഷം അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കൊടുക്കുക. അപ്പം അതിനുശേഷം ചോയ്സ് ഫില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒറ്റ പ്രാവശ്യം മാത്രമേ കേരള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് സെൽഫ് ഫിനാൻസിങ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഇപ്പോൾ തീരുമാനിക്കണം. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിശദമായിട്ടുള്ള മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.